നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. AKG സെന്ററിന് തീയിട്ട് കട്ടായം കലിപ്പിൽ മുൻ മന്ത്രി ജി സുധാകരൻ. പാർട്ടി ആഫീസിൽ എത്തണമെന്ന് MV ഗോവിന്ദന്റെ അന്ത്യശാസനത്തിന് പോയി പണി നോക്കണോ എന്ന നിലപാടിലാണ് സുധാകരൻ. കണ്ണൂർ ലോബിയുടെ കയ്യൂക്ക് അങ്ങ് എട്ടായി മടക്കി പോക്കറ്റിലിട്ടോ എന്നാണ് സുധാകരൻ ബോംബ് പൊട്ടിച്ചിരിക്കുന്നത്. ഇതോടെ സാക്ഷാൽ പിണറായി നാറി നാണം കെട്ടു. AKG സെന്ററുമായി യുദ്ധം പ്രഖ്യാപിച്ച് സുധാകരൻ കളം നിറയുമ്പോൾ അനുനയിപ്പിക്കാൻ ആളെ ഇറക്കി MV ഗോവിന്ദൻ. പാർട്ടിയിൽ നിന്ന് നിരന്തരം അപമാനം നേരിടുന്ന സുധാകരൻ കുറച്ച് കാലങ്ങളായി ഇടഞ്ഞു നിൽക്കുകയാണ്. പച്ചയ്ക്ക് പലതും വെട്ടിത്തുറന്ന് പറഞ്ഞും തുടങ്ങിയിട്ടുണ്ട്. പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി വിറപ്പിക്കുന്നുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നത് ആലപ്പുഴയിൽ പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ്. അതാണ് അനുനയിപ്പിക്കൽ അടവ് പുറത്തെടുത്തിരിക്കുന്നത്. എന്നാൽ അമ്പിനും വില്ലിനും അടുക്കാതെ സുധാകര പക്ഷം കോപത്തിലാണ്. മൂപ്പരും കൂട്ടരും CPM വിട്ട് പുറത്തു പോകുമോ എന്ന ഭയം ഇപ്പോൾ CPM-നെ വേട്ടയാടുകയാണ്. MV ഗോവിന്ദൻ തുടരെ സുധാകരനെ പരിഹസിക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മുൻപൊരിക്കൽ ആരാണ് സുധാകരൻ എന്ന് വരെ ചോദിച്ച് തൊട്ടിത്തരം കാണിച്ചു ഗോവിന്ദൻ. ഒടുക്കം സുധാകരന്റെ കാല് പിടിക്കുകയാണ് ഇപ്പോൾ ഗോവിന്ദൻ. കണ്ണൂർ CPM-ന്റെ തിണ്ണമിടുക്കും കൊണ്ട് ഇങ്ങ് തെക്കോട്ടുള്ള CPM-നെയും വരച്ച വരയിൽ നിർത്താമെന്ന വ്യാമോഹമാണ് ഗോവിന്ദനും ശിങ്കിടികൾക്കും ഉള്ളത്. പോരാത്തതിന് പിണറായി കാലം കഴിഞ്ഞാൽ അടുത്ത നേതാവ് താൻ, മുഖ്യമന്ത്രി താൻ എന്നൊക്കെ സ്വപ്നം കണ്ടു കഴിയുന്ന അൽപ്പൻ. തനിക്ക് മുന്നിലുള്ള തടസ്സങ്ങളെ ഓരോന്നും വെട്ടിമാറ്റാൻ ഒരു വഴിക്കൂടെ നാറിയ കളികളാണ് ഗോവിന്ദൻ കാണിക്കുന്നത്. അതിന്റെ ഭാഗമാണ് സുധാകരനെയും തോമസ് ഐസക്കിനെയും തുടങ്ങിയ നേതാക്കളെ വെട്ടി നിരത്തുന്ന കളി. പക്ഷേ സുധാകരനെ തൊട്ടപ്പോൾ തന്നെ ഗോവിന്ദന് പൊള്ളി. കാരണം ആലപ്പുഴയിൽ തോമസ് ഐസക്കും സുധാകരനുമൊക്കെ പ്രബല ശക്തികളാണ്, നേതാക്കളാണ്. അവർ പാർട്ടി വിട്ടാൽ ഒപ്പം പോകാൻ ഒരു കൂട്ടം തന്നെയുണ്ട്. അത് CPM താങ്ങില്ല. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നേരിട്ട് വിളിച്ചിട്ടും വഴങ്ങാതെ നിൽക്കുകയാണ് ജി സുധാകരൻ. തന്നെ പരിഹസിച്ച് ചിരിച്ചുവെന്ന സുധാകരന്റെ പരാതിയിൽ ഗോവിന്ദൻ വിശദീകരണം നൽകിയെങ്കിലും അനുനയ നീക്കങ്ങൾ ഫലം കണ്ടില്ല. മാധ്യമപ്രവർത്തകരുടെ ചോദ്യം കേട്ടാണ് താൻ ചിരിച്ചതെന്നും സുധാകരനെ പരിഹസിച്ചതല്ലെന്നും വിശദീകരിച്ച ഗോവിന്ദൻ പാർട്ടി അംഗത്വം പുതുക്കണമെന്ന് സുധാകരനോട് അഭ്യർത്ഥിച്ചു. എന്നാൽ അംഗത്വം പുതുക്കില്ല എന്ന നിലപാടിൽ സുധാകരൻ ഉറച്ചു നിന്നതോടെ CPM കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധിയിലായി. തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കാനുള്ള സുധാകരന്റെ നീക്കം പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ്. പുന്നപ്ര വയലാർ വാരാചരണത്തിൽ നിന്ന് ഒഴിവാക്കിയതും സ്വന്തം വീടിനടുത്ത് നടന്ന ഏരിയ സമ്മേളനത്തിന് പോലും ക്ഷണിക്കാത്തതും തന്നെ ബോധപൂർവം ഒതുക്കാനുള്ള നീക്കമാണെന്ന് സുധാകരൻ വിശ്വസിക്കുന്നു. സജി ചെറിയാനും ജില്ലാ സെക്രട്ടറി R നാസറും ചേർന്ന് തന്നെ വേട്ടയാടുമ്പോൾ സംസ്ഥാന നേതൃത്വം മൗനം പാലിച്ചതാണ് 63 വർഷത്തെ പാർട്ടി ബന്ധം ഉപേക്ഷിക്കാൻ സുധാകരനെ പ്രേരിപ്പിച്ചത്. സുധാകരനെ അനുനയിപ്പിക്കാൻ MA ബേബിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ എത്തിയെങ്കിലും നിലപാടിൽ മാറ്റമില്ലെന്ന് സുധാകരൻ ആവർത്തിക്കുന്നത് ഇടതുപക്ഷത്തിന് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നു. സുധാകരൻ സ്വതന്ത്രനായി കളത്തിലിറങ്ങിയാൽ അമ്പലപ്പുഴയിൽ അദ്ദേഹത്തെ പിന്തുണയ്ക്കാൻ UDF നീക്കം സജീവമാക്കിയിട്ടുണ്ട്. ഇന്ന് തിരുവനന്തപുരത്ത് ചേരുന്ന CPM സംസ്ഥാന സമിതി യോഗത്തിൽ സുധാകരന്റെ വിമത നീക്കം പ്രധാന ചർച്ചാ വിഷയമാകും. ജി സുധാകരനെ അനുനയിപ്പിക്കാൻ പാർട്ടി സംസ്ഥാന നേതൃത്വം ഇപ്പോൾ ഇടപെടുകയാണ്. തന്നെ ആക്ഷേപിച്ചതായി സുധാകരൻ പരാതി ഉന്നയിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്നലെ രാത്രി ജി സുധാകരനെ ഫോണിൽ വിളിച്ചിരുന്നു. ഗോവിന്ദനെ തന്റെ നിലപാട് സുധാകരൻ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. പരിഹസിച്ച് ചിരിച്ചതല്ലെന്ന് സുധാകരനോട് ഗോവിന്ദൻ ആവർത്തിച്ച് വിശദീകരിച്ചു. ചിരിച്ചത് മാധ്യമങ്ങളുടെ ചോദ്യം കേട്ടാണ്. തുടർന്നായിരുന്നു അംഗത്വം പുതുക്കണമെന്ന് ഗോവിന്ദൻ ആവശ്യപ്പെട്ടത്. എന്നാൽ പാർട്ടി സെക്രട്ടറിയുടെ ആവശ്യങ്ങൾക്ക് മുഖവിലയ്ക്ക് പോലും എടുത്തിട്ടില്ല. ഇതിനോട് വഴങ്ങാൻ താൻ തയ്യാറല്ല എന്നും സുധാകരൻ ഒറ്റ വാക്കിൽ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. അതായത് അംഗത്വം പുതുക്കില്ല എന്ന് ജി സുധാകരൻ നിലപാടെടുക്കുന്നത് പാർട്ടി മാറ്റത്തിന്റെ ലക്ഷണമാണോ എന്നുള്ള ഒരു ഭയമാണ് CPM-ന് ഇപ്പോൾ ഉള്ളത്. ആലപ്പുഴയിൽ നടന്ന CPM യോഗങ്ങളിലൊക്കെ സുധാകരനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു. പല നേതാക്കളും സുധാകരനോട് ഇങ്ങനെ പാർട്ടി കാണിക്കുന്ന അവമതിപ്പ് അത് നല്ലതിനല്ല എന്ന് വെട്ടിത്തുറന്ന് പറയുകയും ചെയ്തിരുന്നു. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ ഇത്തരത്തിൽ പെരുമാറുന്നത് അത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും പാർട്ടിയുടെ അടിത്തറ ഇളകുന്നതിനാണ് ഇതൊക്കെ വഴിവെക്കുക എന്നും ആലപ്പുഴയിൽ നിന്നുള്ള നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. തിരുവനന്തപുരത്ത് സംസ്ഥാന സമിതി യോഗം തുടങ്ങിയിട്ടുണ്ട്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കും മറ്റ് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കുമായിട്ടാണ് സംസ്ഥാന സമിതി ചേർന്നതെങ്കിലും സുധാകരൻ ഉയർത്തുന്ന വിമത ശബ്ദം സംസ്ഥാന സമിതിയിൽ ചർച്ചയ്ക്ക് ഉറപ്പായും വരും. പാർട്ടിക്ക് പുറത്തും ജനപ്രീതിയുള്ള സുധാകരനെ പോലുള്ള നേതാവിനോട് CPM നേതൃത്വം കാണിച്ച അവഗണന തെരഞ്ഞെടുപ്പ് വിഷയമാകും എന്നതിൽ സംശയമില്ല. ഏതെങ്കിലും മുന്നണിയുടെ പിന്തുണയോടെ സ്വതന്ത്രനായി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ അത് പാർട്ടിക്ക് തന്നെയാണ് തിരിച്ചടി ഉണ്ടാക്കുക.
കഴിഞ്ഞ തവണ പുന്നപ്ര വയലാർ രക്തസാക്ഷി വാരാചരണ പരിപാടിയിൽ പങ്കെടുപ്പിക്കാത്തതിനാൽ വലിയ ചുടുകാട്ടിൽ ഒറ്റയ്ക്ക് പുഷ്പാർച്ചന നടത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു സുധാകരൻ. സ്വന്തം വീടിനടുത്ത് നടന്ന പാർട്ടി ഏരിയ സമ്മേളനത്തിൽ പോലും മുതിർന്ന നേതാവായ സുധാകരനെ ക്ഷണിച്ചതുമില്ല. ഇതെല്ലാം CPM-ന്റെ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളുടെ ചില കളികളായിരുന്നു. രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണ സുധാകരനുണ്ട്. ഉറച്ച പാർട്ടി വോട്ടുകൾ പോലും സുധാകരന് കിട്ടിയെന്ന് വരാം. അനുനയ നീക്കത്തിന് പാർട്ടി മുൻകൈ എടുക്കില്ല എന്ന സൂചനകളുണ്ട്. എന്നാൽ ആ ഒരു തീരുമാനം മാറ്റിവെക്കേണ്ടി വരും. കാരണം സുധാകരൻ അത്ര ചെറിയ ആളൊന്നുമല്ല. സുധാകരൻ ഉന്നയിക്കുന്ന പരാതികളിൽ ചിലത് ന്യായമാണെന്ന് സമ്മതിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാന സെക്രട്ടറിക്കും ജില്ലാ സെക്രട്ടറിക്കും എതിരായ പരസ്യ വിമർശനം പാർട്ടിക്ക് ഉൾക്കൊള്ളാനാകില്ല. പാർട്ടി അംഗം എന്ന നിലയിൽ നടപടിക്കും സാധ്യതയുണ്ട്. നിർണായക തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സുധാകരൻ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയതിൽ ജില്ലയിലെ നേതൃനിരയിൽ അമർഷം ശക്തമാണ്. ഗോവിന്ദൻ നേരിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിട്ടും സുധാകരൻ അയയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, എന്തൊക്കെയോ ചിലത് സുധാകരൻ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ട്. ഗോവിന്ദനുമായുള്ള സംസാരത്തിൽ മുൻപ് നടന്ന അച്ചടക്ക നടപടികളിലും അവഗണനകളിലും പരോക്ഷമായി ഖേദം പ്രകടിപ്പിച്ചുവെങ്കിലും പാർട്ടിയിൽ തുടരാനില്ല എന്ന തന്റെ തീരുമാനത്തിൽ സുധാകരൻ ഉറച്ചു നിൽക്കുകയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പോടെയാണ് സുധാകരനും പാർട്ടി നേതൃത്വവുമായുള്ള അസ്വാരസ്യങ്ങൾക്കും പരസ്യ ഏറ്റുമുട്ടലുകൾക്കും തുടക്കമായത്. 2 തവണ മത്സരിച്ചവർക്ക് സീറ്റ് നൽകേണ്ടെന്ന പാർട്ടിയുടെ നയപരമായ തീരുമാനത്തെ തുടർന്ന് അമ്പലപ്പുഴയിൽ അദ്ദേഹത്തിന് സീറ്റ് നിഷേധിക്കപ്പെട്ടു. സ്ഥാനാർത്ഥിയായ സലാമിനെ സുധാകരൻ സഹായിച്ചില്ലെന്നും പ്രചാരണത്തിൽ നിർജീവമായെന്നും തെരഞ്ഞെടുപ്പിന് ശേഷം പരാതി ഉയർന്നു. ഇക്കാര്യം അന്വേഷിക്കാൻ എളമരം കരീം, KJ തോമസ് എന്നിവരടങ്ങിയ കമ്മീഷനെയാണ് പാർട്ടി നിയോഗിച്ചത്. കമ്മീഷൻ സമർപ്പിച്ച 24 പേജുള്ള സത്യവാങ്മൂലത്തിൽ താൻ 19 പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുത്തുവെന്ന് സുധാകരൻ വ്യക്തമാക്കി. എന്നാൽ ഈ വിശദീകരണം തള്ളി 2021 നവംബറിൽ CPM സംസ്ഥാന കമ്മിറ്റി അദ്ദേഹത്തെ പരസ്യമായി ശാസിക്കുന്ന നിലവരെയുണ്ടായി. ഇത് മാനസികമായി തളർത്തുകയും പതുക്കെ പാർട്ടി വേദികളിൽ നിന്ന് അകന്നു തുടങ്ങുകയും ചെയ്തു. പാർട്ടിയിൽ തുടരാനില്ല എന്നുള്ള സുധാകരന്റെ നിലപാടിൽ പ്രതികരണവുമായി ഇപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി രംഗത്ത് വന്നിരിക്കുകയാണ്. അതായത് സുധാകരനെ അനുനയിപ്പിക്കാൻ പിണറായി വിജയൻ ഇറക്കിയിരിക്കുന്നതാണ് ബേബിയെ. മറ്റു പോംവഴികളൊന്നും പിണറായിക്ക് മുന്നിൽ ഇല്ലാത്തതുകൊണ്ടാണ് ബേബിയെ ഇറക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിന് പരിഭവമുണ്ടെന്ന് സമ്മതിച്ച ബേബി സുധാകരനിൽ നിന്ന് CPM-നോ ഇടതുപക്ഷത്തിനോ പ്രയാസമുണ്ടാക്കുന്ന യാതൊന്നും ഉണ്ടാകില്ല എന്ന് വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസത്തെ സുധാകരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ചില പ്രയോഗങ്ങളിലെ പരിഭവം പങ്കുവച്ചതാണെന്നും ബേബി പറഞ്ഞു. സുധാകരനെ CPM നേതാക്കൾ ബന്ധപ്പെടുന്നുണ്ടെന്നും MA ബേബി കൂട്ടിച്ചേർത്തു. അദ്ദേഹത്തെ ഞങ്ങളൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. സുധാകരന്റെ അനുഭവ സമ്പത്തും കഴിവും ഇടതുമുന്നണിക്ക് സഹായകരമായി അദ്ദേഹം ഉപയോഗിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും MA ബേബി പ്രതികരിച്ചു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, ജില്ലാ സെക്രട്ടറി R നാസർ എന്നിവരെ രൂക്ഷമായി വിമർശിച്ചായിരുന്നു സുധാകരന്റെ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇതിൽ കൃത്യമായി MV ഗോവിന്ദനിട്ടുള്ള മറുപടിയും കൊടുക്കുന്നുണ്ട്. 70 കഴിയുമ്പോൾ കഴുത്തറുത്ത് ഇറച്ചി കച്ചവടത്തിന് ഇറക്കാനുള്ളവരല്ല ഞങ്ങൾ. സുധാകരൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി മാനദണ്ഡപ്രകാരം മാറ്റി നിർത്തിയതിൽ അദ്ദേഹം അതൃപ്തനായിരുന്നു. 75 വയസ്സായതോടെ 2022 പാർട്ടി സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കി. ജില്ലാ കമ്മിറ്റി ഓഫീസിന് കീഴിലുള്ള ബ്രാഞ്ചിലാണ് ഇപ്പോൾ പ്രവർത്തനം. ഇത്തവണ മത്സരിക്കാൻ താൽപ്പര്യമുണ്ടെന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ അദ്ദേഹത്തിന്റെ പേര് അമ്പലപ്പുഴ മണ്ഡലത്തിൽ പരിഗണനയ്ക്ക് വന്നിരുന്നു. എന്നാൽ മാനദണ്ഡപ്രകാരം മാറ്റി നിർത്തിയവരെക്കുറിച്ച് ചർച്ച വേണ്ടെന്ന് യോഗത്തിൽ പങ്കെടുത്ത MV ഗോവിന്ദൻ പറയുകയായിരുന്നു. സുധാകരന്റെ കാര്യത്തിൽ പരിഗണനയുണ്ടോ എന്ന ചോദ്യത്തിന് ഒരു പരിഗണനയുമില്ല എന്നായിരുന്നു മാധ്യമങ്ങളോട് ഗോവിന്ദന്റെ പ്രതികരണം. ഇതിന് പിന്നാലെയായിരുന്നു ഗോവിന്ദൻ പരിഹസിച്ചു എന്നടക്കം ചൂണ്ടിക്കാട്ടിയുള്ള സുധാകരന്റെ പോസ്റ്റ് വന്നത്. MV ഗോവിന്ദനോട് കട്ടക്കലിപ്പിലാണ് ഇപ്പോൾ സുധാകരൻ നിൽക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ പാർട്ടിയിൽ ഇത്രത്തോളം വലിയ പ്രതിസന്ധികളും അടിയും ബഹളവും തുടങ്ങിയിട്ടും പിണറായി വിജയൻ ഒരക്ഷരം മിണ്ടുന്നില്ല. പിണറായി വിജയൻ അനുനയിപ്പിക്കാൻ നോക്കിയാലും സുധാകരൻ വീഴാൻ സാധ്യതയില്ല. കാരണം ഈ അടുത്ത കാലത്ത് പിണറായി വിജയന് നേരെയും റിയാസിന് നേരെയും ഒക്കെ കടുത്ത വിമർശനം ചൊരിഞ്ഞുകൊണ്ടായിരുന്നു സുധാകരന്റെ ചില പ്രസ്താവനകൾ. MV ഗോവിന്ദനെ ചുരുട്ടിക്കൂട്ടി പാർട്ടി തോട്ടിലെറിയണം എന്നുള്ള ഒരു നിലയിലേക്ക് വരെ MV ഗോവിന്ദന് നേരെ സുധാകരൻ സംസാരിച്ചിരുന്നു. അത്തരത്തിൽ പാർട്ടിയിലെ ചില നേതാക്കളുമായി കടുത്ത എതിർപ്പിലാണ് സുധാകരൻ നിൽക്കുന്നത്. ഇവിടെ നമ്മൾ മറ്റൊരു കാര്യവും കൂടി നോക്കണം. അതായത് സുധാകരൻ പാർട്ടിക്കെതിരെ നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് സുധാകരനെ പൂർണ്ണമായും ചവിട്ടി ഒതുക്കാനുള്ള നീക്കം നടക്കുന്നത്. അതായത് അധികാരം മുഴുവൻ കണ്ണൂർ ലോബിയുടെ കൈകളിലേക്ക് കേന്ദ്രീകരിക്കണം. പ്രത്യേകിച്ച് പിണറായി വിജയൻ കഴിഞ്ഞാൽ അത് MV ഗോവിന്ദനിൽ കേന്ദ്രീകരിക്കണം എന്നുള്ളതാണ് ഗോവിന്ദന്റെ ഒരു തീരുമാനം. ഇവിടെ മറ്റൊരു കാര്യവും കൂടി നമ്മൾ കാണേണ്ടത്, EP ജയരാജൻ CPM-നെ പ്രതിസന്ധിയിലാക്കുന്ന ചില പ്രസ്താവനകൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ നടത്തിയിരുന്നു. എന്നിട്ട് അതായത്
BJPയുടെ നേതാവ് കേരളത്തിന്റെ പ്രഭാരിയായിട്ടുള്ള പ്രകാശ് ജാവ്ദേക്കറുമായി താൻ സംസാരിച്ചിരുന്നുവെന്നും തന്റെ വീട്ടിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു എന്നുവരെ ചില വെട്ടിത്തുറന്ന് പറച്ചിലുകൾ EP ജയരാജൻ നടത്തിയിരുന്നു. പക്ഷേ EP ജയരാജനോട് സുധാകരനോട് കാണിക്കുന്ന പോലത്തെ എതിർപ്പോ മാറ്റി നിർത്തലോ ഒന്നും പാർട്ടി കാണിക്കുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യവും ഉയർന്നിരുന്നു. കാരണം ജയരാജൻ അങ്ങ് കണ്ണൂരിൽ നിന്നുള്ള നേതാവാണല്ലോ, അതുകൊണ്ട് അവർക്ക് ചേർത്ത് നിർത്തിയേ പറ്റുകയുള്ളൂ. പക്ഷേ ഇങ്ങ് തെക്കോട്ടുള്ള CPM നേതാക്കളെ ചവിട്ടി ഒതുക്കിയാൽ പാർട്ടി പൂർണ്ണമായും തങ്ങളുടെ കൈകളിലേക്ക് എത്തും എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് കണ്ണൂർ ലോബി കാത്തിരിക്കുന്നത്. മുൻപൊക്കെ സുധാകരന് നേരെ കടുത്ത നിലപാടുകളുമായി വെട്ടിത്തിരിഞ്ഞു നിൽക്കുകയായിരുന്നു പിണറായി വിജയൻ. എന്നാൽ ഇത്തവണ പിണറായി വിജയനല്ല, അതിനേക്കാൾ കടുംപിടുത്തത്തിൽ നിൽക്കുന്നത് MV ഗോവിന്ദനാണ്. കാരണം സുധാകരനൊക്കെ തല പൊക്കുന്നത് തനിക്കൊരു പണിയാണ് എന്ന് ഗോവിന്ദന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അനുഭവ സമ്പത്തുള്ള പരിചയസമ്പന്നരായ പാർട്ടിക്ക് വേണ്ടപ്പെട്ട ജനസമ്മതിയുള്ള നേതാക്കളെ പോലും ചവിട്ടി ഒതുക്കാൻ ഗോവിന്ദൻ ഈ പെടാപ്പാടൊക്കെ പെടുന്നത്. അധികാരം മുഴുവനും ഇനി തൻ്റെ കൈകളിലേക്ക് എത്തണം എന്നുള്ള ആ ഒരു കുരുട്ട് ബുദ്ധി തന്നെയാണ് MV ഗോവിന്ദൻ പുറത്തെടുക്കുന്നത്. പല ആവർത്തിയാണ് MV ഗോവിന്ദൻ സുധാകരനെ പരിഹസിച്ച് മാധ്യമങ്ങൾക്ക് മുൻപിൽ സംസാരിച്ചിട്ടുള്ളത്. സുധാകരൻ ആരാണ് എന്ന് വരെ MV ഗോവിന്ദൻ ചോദിക്കണമെങ്കിൽ അയാൾ പാർട്ടിക്ക് പുറത്തേക്ക് പോയിക്കോട്ടെ എന്നുള്ള ഒരു നിലപാട് തന്നെയാണല്ലോ ഗോവിന്ദൻ ഉള്ളത്. പക്ഷേ സുധാകരൻ അങ്ങനെ പുറത്തേക്ക് പോയാൽ പണി കിട്ടുമെന്ന് ഇങ്ങ് MA ബേബിക്കും തോമസ് ഐസക്കിനും മറ്റു മുതിർന്ന നേതാക്കൾക്കും എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് അവർ അനുനയ നീക്കവുമായി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നത്. ഇതിനിടെ CPMന്റെ നിർണായക സംസ്ഥാന സമിതി യോഗം തുടങ്ങിയിട്ടുണ്ട്. തിരുവനന്തപുരത്താണ് തുടങ്ങിയിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമാണ് പ്രധാന അജണ്ട. സെക്രട്ടേറിയറ്റിൽ ധാരണയായ സ്ഥാനാർത്ഥി പട്ടിക സംസ്ഥാന സമിതിയിൽ അവതരിപ്പിച്ച് അംഗീകാരം നേടും. KK ശൈലജയുടെയും PK ശ്യാമളയുടെയും അടക്കം സ്ഥാനാർത്ഥിത്വത്തിൽ വിയോജിപ്പുകൾ ഉയരാനുള്ള സാധ്യത നേതൃത്വം മുന്നിൽ കണ്ടിട്ടുണ്ട്. G സുധാകരന്റെ നിലപാടുകളും ചർച്ചയാകും. പാലക്കാട് CPM വിമതരുടെ കൺവെൻഷനും ഇന്ന് നടക്കും. കണ്ണൂരും പാലക്കാടും ആലപ്പുഴയും ഉൾപ്പെടെ പല ജില്ലകളിലും ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശങ്ങളിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് തിരുത്തൽ വരുത്തിയിരുന്നു. പേരാവൂരിൽ KK ശൈലജയുടെയും തളിപ്പറമ്പിൽ PK ശ്യാമളയുടെയും ഉൾപ്പെടെ തീരുമാനങ്ങൾക്ക് സംസ്ഥാന സമിതിയിൽ വിയോജിപ്പുകൾ ഉയരാനുള്ള സാധ്യത സംസ്ഥാന നേതൃത്വം കാണുന്നുണ്ട്. പാർട്ടി ജനറൽ സെക്രട്ടറി MA ബേബിയും സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കും. അതേസമയം പാലക്കാട്ടെ CPM വിമതർ നടത്തുന്ന കൺവെൻഷനിൽ PK ശശി പങ്കെടുക്കും. കൺവെൻഷൻ PK ശശിയാണ് ഉദ്ഘാടനം ചെയ്തത്. PK ശശിയുടെ ഫോട്ടോ ഉപയോഗിച്ച് പോസ്റ്റർ അടക്കം പുറത്തിറക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.